നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കേരളത്തിൽ അസാധ്യമായ ചൂടാണ്. പറമ്പുകളെല്ലാം ചൂടുകൊണ്ട് വരണ്ട് കിടക്കുന്ന ഒരവസ്ഥയാണ്. തപ്പും ചവറുകളെല്ലാം നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മളെവിടെയെങ്കിലും ചെടികളെല്ലാം നനയ്ക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഭവമാണ് ഈ പാമ്പ്. ഇത് പ്ലാസ്റ്റിക് പാമ്പാണ്, പക്ഷേ പാമ്പുകൾ. ചെടികളെല്ലാം വരണ്ട് നശിക്കുമെന്നുള്ള പേടി കൊണ്ട് നമ്മൾ നനയ്ക്കാൻ പോകാറുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ ചപ്പും ചവറും കൂട്ടിയിട്ട സ്ഥലങ്ങളിൽ പോകുമ്പോൾ ബൂട്ട് ധരിച്ചു പോകുക. അതായത് പണ്ട് വാർപ്പപ്പണിക്കാർ ഇടുന്ന ഒരു തരം ബൂട്ടുണ്ട്, കാലിൻ്റെ മുട്ടുവരെ പൊക്കത്തിലുള്ളത്. അപ്പോൾ പെട്ടെന്ന് പാമ്പോ മുട്ടിൻ്റെ മുകളിൽ, അതായത് ഇഴഞ്ഞു വരുമ്പോൾ എങ്ങനെയായാലും പത്തി ആ ഒരു ഭാഗത്താണല്ലോ കടിക്കുക. അപ്പോൾ കടിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ആ നേരം കൊണ്ട് നമുക്ക് ഓടി രക്ഷപ്പെടാനും സാധിക്കും. പിന്നെ കയ്യിൽ നനയ്ക്കുമ്പോഴെല്ലാം ഈ പ്രഷർ വെച്ച് നനയ്ക്കുക. അപ്പോൾ ചെടിയിൽ നിന്ന് കുത്തു കേൾക്കാണ്ട് നമുക്ക് ചെടിയുടെ അടുത്ത് പോയിട്ട് നനയ്ക്കാതെ, കാരണം ഇത് എവിടെയാണ് ഇരിക്കുന്നേ എന്ന് ഒരു പിടിയും കിട്ടില്ല. അതുപോലെ തന്നെ ചെരുപ്പുകളെല്ലാം ഇടുമ്പോൾ നോക്കുക അതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ. അതായത് ഈ പൊത്തുള്ള ചെരുപ്പുകളെല്ലാം ഇടുമ്പോൾ അതിനുള്ളിൽ പാമ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട്, ധൃതിയിൽ ചെരുപ്പിടാതെ നോക്കിയിട്ട്. അതുപോലെ കുട്ടികളെ കളിക്കാൻ വിടുമ്പോൾ, പറമ്പിൻ്റെ അടുത്തൊക്കെ കളിക്കാൻ വിടുമ്പോൾ ആരെങ്കിലും കൂടെ നിൽക്കുക. കാരണം എവിടുന്നാണ് പാമ്പ് വരുന്നത് എന്നും നമുക്കറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് സേഫ്റ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇനി അഥവാ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വിളിക്കേണ്ട നമ്പറാണ് 108. 108 വിളിച്ചു കഴിഞ്ഞാൽ ആംബുലൻസ് വരികയും നമ്മളെ രക്ഷിക്കുകയും ചെയ്യാനുള്ള ഒരു പ്രയോറിറ്റി ഉണ്ട്. നമ്മുടെ ഫോണിൽ എപ്പോഴും പാമ്പ് പിടുത്തക്കാരുടെയും അതുപോലെ ഇത്ര എമർജൻസി നമ്പറുകളെല്ലാം നമ്മൾ സേവ് ചെയ്ത് വയ്ക്കുക. പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ നേരം ഒട്ടും കളയരുത്. എത്രയും വേഗം ആശുപത്രിയിൽ എത്താൻ പരമാവധി ശ്രമിക്കുക. അതുകൊണ്ടാണ് 108 വിളിച്ച് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തുക. അഥവാ കടിയേറ്റ ഭാഗം, ഇപ്പോൾ കയ്യുമ്മ ഇവിടെയാണ് കടിയേറ്റെങ്കിൽ ആ ഭാഗം അനക്കാതെ, ആ ഒരു ഭാഗത്ത് നമ്മൾ വല്ലാണ്ട് പ്രശ്നമൊന്നും കൊടുക്കാതെ അനക്കാതെ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്താൻ നോക്കുക. ഈ പണ്ടൊക്കെ ആൾക്കാരിങ്ങനെ മുറിവേറ്റ് ഇവിടെപ്പോൾ അങ്ങനെ മുറിവേറ്റ് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ വലിച്ച് കെട്ടുന്ന കുറച്ച് സംഭവം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അധികം വലിച്ച് കെട്ടാതെ, അമിതമായിട്ട് അത് മുറുക്കി കെട്ടാതെ ഇരിക്കുക. ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പാമ്പ് കടി. കാരണം ഇപ്പോൾ ക്ലൈമറ്റ് അത്രയും മഴയൊന്നുമില്ലാണ്ട് ഭൂമി ഭയങ്കരമായിട്ട് ചുട്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് എവിടെയാണോ തണുപ്പുള്ളത്, ചെടി നനയ്ക്കുന്ന സമയമൊക്കെ ആണെങ്കിൽ എവിടെയാണോ തണുപ്പുള്ളത് ആ തണുപ്പുള്ള ഭാഗങ്ങൾ തപ്പി പാമ്പ് പോകും. അതുപോലെ ഗ്യാസ് സിലിണ്ടർ വെക്കണതിൻ്റെ ആ ഒരു വശം, ഗ്യാസ് കാലിയാകുമ്പോൾ സിലിണ്ടറൊക്കെ ഒന്ന് തട്ടി നോക്കി പതുക്കെ, അതായത് പുറത്ത് ഗ്യാസ് കുറ്റി വെക്കുന്നവർ സിലിണ്ടറൊക്കെ ഒന്ന് തട്ടി ധൃതിയിൽ ഗ്യാസ് കുറ്റി എടുക്കാതെ തട്ടി നോക്കി ഒന്ന് മറിച്ചിട്ടിട്ടൊക്കെ അതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കി സാവധാനം ഗ്യാസ് സിലിണ്ടറൊക്കെ മാറ്റാൻ പരമാവധി ശ്രമിക്കുക. പൊത്തുകളെല്ലാം അടച്ച്, അതായത് പാമ്പ് വരാത്ത കുഴികളും അതുപോലെ പൊത്തും ഒക്കെ അടച്ച് പരമാവധി നമ്മളെ കൊണ്ടാവുന്ന വിധം സുരക്ഷിതമായി ഇരിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.